കൊണ്ടു ഞാൻ ദൂരെ ഏതോ പൂത്തമ. ആ ശരി. നമ്മുടെ വേദൂട്ടൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ലോകത്തെങ്ങുമുള്ള മലയാളികൾക്കൊക്കെ ഇപ്പോൾ നമ്മുടെ വേദൂട്ടൻ്റെ ആലായാൽ തറ വേണം ഇല്ലേ, ആ പാട്ടല്ലേ പാടിയിരുന്നത്? ആലായാൽ തറ വേണം, അടുത്തൊരു അമ്പലം വേണം അല്ലേ വേദു? ആ ഞങ്ങള് പാട്ട് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി ആ പാട്ടൊന്ന് പാടാവോ? സൂപ്പർ സൂപ്പർ. ഈ പാട്ട് എന്തായാലും വേദൂട്ടിന് മതിയായി അല്ലേ? നമുക്ക് വേറെ പാട്ട് എന്തെങ്കിലും പാടി നോക്കിയാലോ? കൊണ്ടു ഞാൻ ദൂരെ ഏതോ പൂത്തമ. ആ ശരി. ഈ പൂത്തമ. വൈശാഖേട്ടനോടാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മുടെ മോൻ അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ ഈ പാട്ട് എപ്പോഴാണ് പാടാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദന ഏകദേശം ഒരു വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് അമ്മ എപ്പോഴും പാട്ട് പാടി കൊടുക്കും അമ്മയ്ക്ക് വേണ്ടിയിട്ട്, വേദുവിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം വേദുവിന് പാടാറാകണ സമയം തൊട്ട് വേദു ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും അമ്മ പാടുന്നതും അമ്മയുടെ എല്ലാ ഈ എന്താ പറയുക കച്ചേരി പാടുന്നതും തിരുവാതിരക്കളി പാടുന്നതും എല്ലാ കാര്യങ്ങളും അമ്മ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ഒരു സമയം തുടങ്ങിയപ്പോൾ പിന്നെ അമ്മയുടെ ഒപ്പം പാടാൻ തുടങ്ങി ഇരുന്ന്. അപ്പോൾ വേദൂട്ടൻ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. പക്ഷെ നമ്മുടെ വൈശാഖേട്ടൻ നമ്മുടെ എക്സ്ക്ലൂസീവ് മാതൃഭൂമിയുടെ എക്സ്ക്ലൂസീവ് സംഭവമാണ്. നമ്മുടെ വൈശാഖേട്ടൻ നമ്മുടെ വിഷ്വൽ എഡിറ്ററാണ്. അപ്പോൾ വൈശാഖേട്ടൻ്റെ നമ്മുടെ പാച്ചു ചേട്ടൻ്റെ മകനാണ്. ആരാ? ജാതവേദ് കൃഷ്ണൻ. വേദു ഇങ്ങനെ വൈറലാവുമെന്നോ, ഇത്രയധികം വേദൂട്ടൻ ലോകം അറിയപ്പെടുന്ന ഒരു കുട്ടി ഗായകനാവുമെന്നോ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് കണ്ടപ്പോൾ ചേച്ചിക്ക് എന്താണ് തോന്നിയത്? വളരെ സന്തോഷം. കാരണം ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കണേ ഇല്ല, ഭയങ്കര അപ്രതീക്ഷിതമായിട്ടാണ്. അതന്നെ കുറച്ചങ്ങോട്ട് ഇത്രയും വ്യൂസ് ആയി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അറിയണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഒരുപാട് പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ അതെല്ലാം ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെ പറ്റി ഒന്ന് ഓൾറെഡി ഒരു ന്യൂറോ സർജറി കഴിഞ്ഞതായിരുന്നു. ഏകദേശം ഒരു 3.5-4 മാസത്തിൽ ന്യൂറോ സർജറി ഉണ്ടായിരുന്നു. കാരണം ചെറിയൊരു ക്ലഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോയപ്പോഴായിരുന്നു ഈ ഒരു ഇഷ്യൂ കാണിച്ചത്, ഈ ന്യൂറോ സർജൻ്റെ സംഭവം കാണിച്ചത്. അപ്പോൾ അതിന് ശേഷം ഒരു വർഷത്തോളം എന്താ പറയുക വേദുവിനെ ശരിക്ക് വീട്ടിൽ തന്നെ തടവ് എന്നൊക്കെ പറയില്ല നമ്മൾ. ഈ കോവിഡ് ടൈമിൽ, കോവിഡിന് മുമ്പേ നമ്മൾ തുടങ്ങി. 2.5 വയസ്സ് കഴിഞ്ഞ് ഏകദേശം 3ാമത്തെ വയസ്സ് മുതലാണ് ഞങ്ങൾ വേദു പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത് തന്നെ. വേദു ഈ ലോകം കാണാൻ തുടങ്ങിയത് തന്നെ അപ്പോഴാണ് പറയാം. അതാണ് ഇപ്പം ലോകം അറിയപ്പെടുന്ന വേദൂട്ടനാണ്. അതന്നെ ഏറ്റവും വലിയ സന്തോഷം. എന്തായാലും നമ്മുടെ വേദൂട്ടന് പാട്ടുകൾ പഠിപ്പിച്ചു കൊടുത്തത് അച്ചമ്മ ആയതുകൊണ്ട് നമുക്ക് അച്ചമ്മയൊന്ന് വീഡിയോ കോൾ ചെയ്യാം. വീഡിയോ കോൾ ചെയ്യാം. ഓക്കെ. ഇതാണ് അച്ചമ്മ. അതെ, നമ്മുടെ വേദൂട്ടന് പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുത്ത അച്ചമ്മയാണ്. അതെ. അപ്പൊ എന്തായാലും വേദൂട്ടൻ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ താരമാണ്. നമ്മുടെ മാതൃഭൂമിയിലെ എല്ലാവരുടെയും മനസ്സും നമ്മുടെ വേദൂട്ടൻ വന്ന് കീഴടക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും നമ്മുടെ മൃദുല ചേച്ചിക്കും വൈശാഖേട്ടൻ, നമ്മുടെ കൊച്ചു വേദൂട്ടനും ക്യാമറ ചേട്ടന്മാർക്കും ഒപ്പം കാർത്തിക മഠത്തിൽ മാതൃഭൂമി പറയൂ.